പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സുഖമായിരിക്കുമല്ലോ. ഒരു സമാധി കലക്ടറെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? വിവാദ പ്രസ്താവനകളൊന്നുമില്ലാതെ വൈറലായ നല്ലൊരു സുന്ദരൻ കലക്ടറെ സൗന്ദര്യം കൊണ്ടോ വിവാദ പ്രസ്താവനകൾ നടത്തിയത് കൊണ്ടോ ഒന്നുമല്ലായിരുന്നു അന്ന് അദ്ദേഹം വൈറലായിരുന്നത്. സമയോചിതമായ ഇടപെടലുകൾ, പക്വതയുള്ള തീരുമാനങ്ങൾ, ഇതെല്ലാമായിരുന്നു അന്ന് ആ ചെറുപ്പക്കാരനെ വൈറലാക്കിയിരുന്നത്. ഇന്ന് നമ്മളെല്ലാം ആ ഒരു കലക്ടറെ മറന്നു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ഒരു സ്ഥാനം തന്നെയുള്ള, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു സ്ഥാനം നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കലക്ടറാണ് ദിവ്യ എസ് അയ്യർ. സുന്ദരിയാണ്, പിന്നെ ഉയർന്ന വിദ്യാഭ്യാസമുള്ളൊരു സ്ത്രീയാണ്. എപ്പോഴും അവരുടെ ഇൻ്റർവ്യൂകളും മറ്റ് പ്രോഗ്രാമുകളും എല്ലാം യൂട്യൂബിലും FBയിൽ ഇൻസ്റ്റയിലും ഒക്കെ വന്നുകൊണ്ടിരിക്കാറുണ്ട്. ശബരിനാഥിൻ്റെ വൈഫ് എന്നതിലുപരി ദിവ്യ എസ് അയ്യറിനെ നമ്മൾ ശ്രദ്ധിക്കുന്നത് അവരുടെ വിവാദ പ്രസ്താവനകൾ കൂടി കാരണമായാണ്. വിഴിഞ്ഞം പദ്ധതിയുടെ തലപ്പത്ത് ദിവ്യ എസ് അയ്യർ എത്തിയപ്പോൾ ശേഷം മുഖ്യമന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ട് അവർ സംസാരിച്ചത് വലിയ രീതിയിൽ അന്ന് ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഒരു കാര്യമായിരുന്നു. അതിനുശേഷം രാധാകൃഷ്ണനെ ഹഗ് ചെയ്തുകൊണ്ടുള്ളൊരു ഫോട്ടോ വൈറലായി. രാധാകൃഷ്ണനെയും കൂടെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചതും വലിയ രീതിയിൽ വിവാദങ്ങളുണ്ടാക്കി. മന്ത്രി രാധാകൃഷ്ണനെ ഹഗ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫോട്ടോ ജാതിവെറിയൊക്കെ ഇല്ലായ്മ ചെയ്യുന്നൊരു ഫോട്ടോ എന്ന തലത്തിലേക്കൊക്കെ CPMക്കാർ ഉയർത്തിക്കൊണ്ടുപോയി. ഇപ്പോൾ അവസാനം KK രാഗേഷിനെ കർണനോടൊക്കെ ഉപമിച്ചുകൊണ്ട് ദിവ്യ എസ് നായർ ഒരു പ്രസ്താവന നടത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഈ മാഡത്തിന് എന്നൊരു സംശയം എനിക്കില്ലാതില്ല. കാരണം വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഇത്രയും നല്ലൊരു പൊസിഷനിൽ എത്തിയിട്ട് ഇങ്ങനെ പാദസേവ ചെയ്യാമെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുള്ള കുറഞ്ഞൊരു പക്വതയെങ്കിലും ഇത്രയും ഉയർന്ന പൊസിഷനിൽ ഇരിക്കുന്ന ഒരു ആൾ, ഒരു ഉദ്യോഗസ്ഥ മനസ്സിലാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതിനു മുൻപും ഇതേ പൊസിഷനിൽ ഒരുപാട് ആൾക്കാർ വന്നു പോയിട്ടുണ്ട്. ഇപ്പോഴും അതേ പൊസിഷനിൽ നിന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരാരും ചെയ്യാത്ത പറയാത്ത കാര്യങ്ങൾ എന്തിനാണ് ഈ ഒരു ദിവ്യ എസ് അയ്യർ എന്നൊരു കളക്ടർ മാഡം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഒരു പക്ഷേ ഇങ്ങനെ വൈറലാവാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ വാർത്തകളിൽ ഇടം കിട്ടാൻ വേണ്ടിയിട്ടാണോ, അതുമല്ലെങ്കിൽ അന്ന് വിഴിഞ്ഞം പദ്ധതിയുടെ തലപ്പത്തെത്തിയതുപോലെയുള്ള എന്തെങ്കിലും ഒരു പൊസിഷൻ ആഗ്രഹിച്ചുകൊണ്ട് പറയാണോ എന്നൊന്നും മനസ്സിലാവുന്നില്ല. എന്ത് തന്നെയായാലും ഇതിൻ്റെ ഒരു ആവശ്യവും ഇല്ല. വേണ്ടപ്പെട്ടവരെയൊക്കെ പിൻവാതിൽ നിയമനത്തിലൂടെ സർക്കാർ സ്ഥാപനങ്ങളിൽ സ്ഥിരപ്പെടുത്തിയ CPMക്കാരെ കർണനോടൊക്കെ ഉപമിച്ച് പുകഴ്ത്തുക എന്നാൽ, അല്ലെങ്കിൽ മറ്റു മന്ത്രിമാരെയൊക്കെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുക എന്നാൽ അതൊരു പാദസേവ തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇവർക്കിതിൻ്റെ യാതൊരു ആവശ്യവുമില്ല. എത്ര ഉയർന്ന വിദ്യാഭ്യാസമുള്ളൊരു ലേഡിയാണ്. എന്നെപ്പോലെയുള്ള സ്ത്രീകളൊക്കെ അസൂയയോടെ നോക്കുന്ന ഒരു ലേഡി. ആ ഒരു മതിപ്പ് തന്നെ ഇല്ലാതായി, ഇവരോടുണ്ടായിരുന്ന ഒരു ഇഷ്ടം തന്നെ ഇല്ലാതെയായി എന്ന് തന്നെ പറയാം. ഞാനൊരാൾ ഇവരെ വെറുത്തെന്ന് കരുതി ഇവർക്ക് ഒരു കുഴപ്പമില്ല. എന്നാലും സാധാരണക്കാരായ ജനങ്ങളുടെ ഉള്ളിൽ ഒരിച്ചിരി സ്നേഹം, ബഹുമാനമൊക്കെ ഉണ്ടാവാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വാക്കുകൾ അധികമായി പോവുകയോ ഏതെങ്കിലും തരത്തിൽ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിക്കുന്നു. എല്ലാവർക്കും എപ്പോഴും നന്മയുണ്ടാവട്ടെ. താങ്ക് യു.